ഇനി ശ്രീനഗറിലേക്ക് പോകുന്നു. ബൽറാം നെടുങ്ങാടി അവിടെ ഒന്ന് ചേരുന്നു. ബൽറാം, എന്താണ് ശ്രീനഗറിലെ നിലവിലെ സാഹചര്യങ്ങൾ? അതായത് കഴിഞ്ഞ രാത്രിയിലും പാക് പ്രകോപനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ആ മേഖലയിൽ നൽകിയിട്ടുണ്ടോ? ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഇരുട്ട് പരക്കുന്ന സമയത്താണ് ഈ പാക് ഡ്രോണുകളൊക്കെ കഴിഞ്ഞ രാത്രിയിലെല്ലാം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുൻനിർത്തി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അവിടെ നൽകിയിട്ടുണ്ടോ? പ്രജിൻ, ഇന്ന് പൂർണ്ണമായും സമാധാനപരമാണ് ജമ്മു കശ്മീരിലെ അന്തരീക്ഷം. പ്രത്യേകിച്ച് ശ്രീനഗർ ശാന്തമാണ്. അതിർത്തിയും സമാനമായി സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന, ഷെല്ലാക്രമണങ്ങൾ ഉണ്ടായിരുന്ന അതിർത്തി മേഖല കുപ്വാരയും ഉറിയും അടക്കമുള്ള മേഖലകളിൽ ഇന്ന് തീർത്തും ശാന്തമാണ്. യാതൊരു തരത്തിലുള്ള വെടിവെച്ചകളും എവിടെയും കേൾക്കാനില്ല. അതേസമയം പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ വൈകിട്ട് വെടിനിർത്തലിൻ്റെ ഒരു സമാധാനത്തിൽ ജനങ്ങൾ ഏറെ സന്തോഷത്തിലുള്ള പ്രതികരണം നൽകിയിരുന്നു. അതിന് ശേഷം 2 മണിക്കൂറിനകമാണ് പിന്നീട് ജമ്മു കശ്മീരിൻ്റെ ആകാശത്ത്, പ്രത്യേകിച്ച് ശ്രീനഗറിൽ ആദ്യമായി വലിയ തോതിലുള്ള ഡ്രോൺ സാന്നിധ്യത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഉഗ്ര സ്ഫോടന ശബ്ദങ്ങളും പലതവണ 100ഓളം തവണ കേട്ടു. ഇതെല്ലാം ജനങ്ങളിൽ വലിയ ആശങ്ക ഉയർത്തിയിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു സമയത്ത് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലായിരുന്നു. അതായത് ബ്ലാക്ക് ഔട്ട് ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിരുന്നു 8:30-ക്ക് ശേഷം ഈ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത്. തുടർന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെ അത് പിൻവലിച്ചു. ഇന്ന് യാതൊരു തരത്തിലുള്ള പുതിയ നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. ജനങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ പുറത്തിറങ്ങാൻ മടിച്ചിരുന്നു. എന്നാൽ രാവിലെ നമ്മൾ മോർണിംഗ് ഷോ സമയത്ത് ഇതേ തടാകത്തിൻ്റെ കരയിൽ വന്നതാണ്. തീർത്തും വിജനമായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്, നിരവധി പേർ. ഇന്ന് അവധി ദിവസം കൂടിയാണ്, ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരമായപ്പോഴേക്കും നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളടക്കമുള്ളവർ ഇവിടെ എത്തിയിരിക്കുന്നു. സാധാരണ രീതിയിലേക്ക് ജമ്മു കശ്മീർ പതിയെ മാറുന്നു എന്ന് തന്നെയാണ് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ആദ്യ ഘട്ടത്തിലെ ആശങ്കകൾ അത് അകന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. ജി, അഭി തോ കശ്മീർ कैसे लग रहा है? नॉर्मल हो गया? सर नॉर्मल कहाँ है, जैसे रोज़ होता है वैसे अभी भी है. जैसे सीज़ फायर का भी मामला है. यहाँ तो इस सीज़ फायर दिल्ली और इस्लामाबाद के बीच में हुआ है, कश्मीर के बीच में थोड़ी हुआ है. आज यहाँ पे जो अभी जो सिचुएशन चल रही है, जैसे आप देखेंगे, देखिए 2 ही सिचुएशन होती हैं सर 2 मुल्कों के बीच में. अगर कोई डिस्प्यूट होता है तो 2 ही चीज़ें है, इधर गो फॉर द डायलॉग और गो फॉर द वॉर. डायलॉग ये करते नहीं, वॉर इनसे होता नहीं, बीच में कश्मीरी पिस रहे हैं. कल जो डायलॉग भी होने वाला हूँ. एग्जैक्टली सर, मैं वही बोल रहा हूँ. जो ये डायलॉग हो रहा है ना इस टाइम, ये दिल्ली और इस्लामाबाद इन दोनों के बीच में हो रहा है. इसमें सर आप देखिए, जैसे सीज फायर हो जाएगा ना, सारा कुछ नॉर्मल हो जाएगा 2 मुल्कों के बीच में. बट कश्मीर की जो सिचुएशन है वो वहाँ की वहीं है. जो वो थी 47 से, वो अभी भी कंटिन्यू वैसी की वैसी होने वाली है. आपको कैसे नॉर्मल हो गया? कल जो रात में जो मतलब ब्लास्ट का साउंड हुआ था, अभी तो ठीक हो गया ना नॉर्मल लाइफ? जी, वो तो सब जो कल सिचुएशन थी, इस टाइम तो नॉर्मल है सिचुएशन. लेकिन फिर भी भरोसा नहीं है, क्योंकि डिफरेंट कंट्रीज़ के इंटरेस्ट, मतलब अगर हम पाकिस्तान और इंडिया की बात യെസ്, അത് തന്നെയാണ്. വിശ്വാസമില്ല പാകിസ്ഥാനെ എന്ന് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നു. നിലവിൽ സമാധാനമുണ്ടെങ്കിലും കഴിഞ്ഞ രാത്രിയിലൊക്കെ കണ്ട കാര്യങ്ങൾ എന്താണ്? വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷവും വീണ്ടും പ്രകോപനം ഉണ്ടായി. അതുകൊണ്ട് വിശ്വാസമില്ല എന്ന് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നു പാകിസ്ഥാനെ.